എടാ നിനക്ക് കഴിവില്ലടാ, കഴിവ്. ഐസൊലേഷന് പിള്ളേരെ വേണ്ടതിന് നീ പോയി നിന്നിരിക്കുന്നത്. ഇങ്ങനെയല്ലടാ ഹീറോയിസം കാണിക്കേണ്ടത്. നീ കൂടുതലൊന്നും പറയണ്ടല്ലോ. ആരൊക്കെയാണ് ഐസൊലേഷനിൽ പോകത്തില്ലെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും എക്സ്പ്ലനേഷൻ എഴുതിക്കും. എനിക്കൊന്നും കേൾക്കണ്ട, നീ ഒന്നും പറഞ്ഞു വരണ്ട. ചേട്ടൻ എങ്ങനെ ഇങ്ങനെയൊക്കെ സാധിക്കുന്നു ചേട്ടാ? എന്നെ കൊണ്ടൊന്നും പറ്റത്തോന്നില്ല ഇങ്ങനെ ഡ്യൂട്ടി ചെയ്യാൻ. എന്തെങ്കിലും തിരിച്ച് പറഞ്ഞുകൂടെ ചേട്ടനെ? മിക്കവാറും എനിക്ക് ഈ പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ഇങ്ങനെയൊന്നുമല്ല ഞാൻ വിചാരിച്ചത്. എടോ, ഇവിടെ ഡോക്ടർമാർ, ഇൻചാർജ്, വാർഡ് ബോയ്, ലാബ് ടെക്നീഷ്യൻ എല്ലാവരും നമ്മുടെ ദേഷ്യപ്പെടാറുണ്ട്. അതൊക്കെ ചിലപ്പോൾ അവരുടെ വർക്ക് പ്രഷർ കാരണമായിരിക്കും. ഞാനും ആദ്യം ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആലോചിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഒരു നേഴ്സാണ് ഒരു പേഷ്യൻ്റെ കൂടെ ഏറ്റവും ടൈം സ്പെൻഡ് ചെയ്യണത്. നമ്മളപ്പോൾ ഇതൊക്കെ പേഴ്സണലായിട്ട് എടുക്കാമെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ആ പേഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ എൻഡ് ഓഫ് ദി ഡേ ഒരു പേഷ്യൻ്റ് റിക്കവറായി പോകുമ്പോൾ അവരുടെ ഫാമിലിയുടെ ഹാപ്പിനെസ് കാണുമ്പോൾ നമ്മളിതൊക്കെ മറക്കും.